പത്തനംതിട്ടയിൽ ഭർത്താവിൻ്റെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചുവെന്ന സങ്കടകരമായ വാർത്ത ഈ മണിക്കൂർ വരുന്നു. പുല്ലാട് ആലന്തറ അഞ്ചാനിക്കൽ വീട്ടിൽ ശ്യാമ ആണ് മരിച്ചത്. ഭർത്താവ് അജിക്കായി പോലീസ് ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചു. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് സുജിത് സുരേന്ദ്രൻ തത്സമയം ചേരുന്നു. സുജിത്ത്, ദുഃഖകരമായ കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? അതേ സ്കാൻ, ഇന്നലെ രാത്രി 8:45 ഈ സംഭവം ഉണ്ടായത്. അതായത് മദ്യലഹരിയും സംശയവും, ഭാര്യയിലുള്ള സംശയവുമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്. അജിക്ക് ഭാര്യയെ കടുത്ത സംശയമായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ നിരന്തരം വഴക്കുണ്ടാകുന്നതും പതിവായിരുന്നു. അതിൻ്റെ ഇന്നലെ രാത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അജി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഭാര്യയെ കുത്തുകയുമായിരുന്നു. ഇതിന് തടസ്സം പിടിക്കാൻ എത്തിയതായിരുന്നു ഭാര്യ പിതാവായ ശശി. ഒപ്പം അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ ഭാര്യ പിതാവിൻ്റെ സഹോദരിയായ രാധാമണി, ഇവരെയും തടസ്സം പിടിക്കാൻ എത്തിയപ്പോൾ ഇവരെയും അജി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ശാരിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയപ്പോഴേക്കും മരണപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ ഭാര്യാപിതാവായിട്ടുള്ള ശശിയുടെ നില ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാധാമണിയെ ഇപ്പോൾ നില ഭേദപ്പെട്ടതോടെ വാർഡിലേക്ക് മാറ്റിയെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം നമുക്കിപ്പോൾ അയൽവാസി നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? അവൻ പണിക്ക് പോയിരിക്കുകയായിരുന്നു. കവിയൂരാ പണി, ബിൽഡിങ്ങിൻ്റെ പണിയാണ്. പണി കഴിഞ്ഞ് അവനൊന്ന് 6:30 വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ ഭാര്യ തെക്കേമല ബ്യൂട്ടി പാർലറിൽ ജോലിയാണ്. വന്ന് കുളിയും കഴിഞ്ഞ് ഭാര്യയെ കൊണ്ടുവരാൻ അങ്ങ് പോകും. പോയി പിന്നെ 8 മണിയാകുമ്പോൾ അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ഇവിടെ കൊണ്ടുവരുമെന്നെങ്കിൽ പിന്നെ തങ്ങളുടെ ഭാര്യയൊക്കെ ഭർത്താവൊക്കെ വഴക്ക് ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് ചെറിയ പ്രശ്നമായതുകൊണ്ട് ഞങ്ങളാരും അങ്ങനെ ഇറങ്ങിയില്ല. പിള്ളേരും കിടന്ന് കരയും. അവർ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാകുമ്പോൾ പിന്നെ വരെ പിള്ളേർ കിടന്ന് കരയുകയൊക്കെ ചെയ്യും. അതിന് ഞങ്ങളിങ്ങനെ പല പ്രാവശ്യമായി. പിന്നെ ഞങ്ങളെ അത് ചെക്ക് ചെയ്തില്ല. ഇന്നലെ കുത്തുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വന്നപ്പം കുത്തുകൊണ്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോയി വരും. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അയൽവാസികൾ ആരും അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു. പതിവാണ് പ്രശ്നങ്ങൾ. ഇന്നലെ പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോഴാണ് ഇവർ ഇറങ്ങിയത്. 3 കുട്ടികളാണുള്ളത്. 3 പെൺമക്കളാണ്. 6ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 3 കുട്ടികളാണ്. എന്തായാലും ഇപ്പോൾ ശാരിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോലീസും ഫോറൻസിക്കും ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കുകയാണ്.